നമസ്തേ. ഹലോ ഗൈസ്, നമ്മൾ റെക്കോർഡാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ണയും പറഞ്ഞുതരാം. ദിസ് ഈസ് പാർട്ട് 4 or 5 എന്തോ ആണ്. സംഭവം വേറെ ഈ തളച്ച് തന്നെ ഇഷ്ടമല്ല എനിക്ക്. രാത്രിയാണ് നമ്മൾ കുറച്ച് കളിച്ചെങ്കിലും അപ്പോഴാണ് മനസ്സിലായി റെക്കോർഡിങ് ആണല്ല. 2 ദിവസം അങ്ങനെ കളിച്ചു. പിന്നെ ഓർമ്മ ഇതൊക്കെയാണ് നമ്മുടെ സാധനം. കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. നിങ്ങളെന്നെ നോക്കി കണ്ടുപിടിച്ചോ. എൻ്റെ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളെ എന്താ ചെയ്യാം, സപ്പോർട്ട് ചെയ്യുമോ അയാളുടെ വീഡിയോസൊക്കെ ഉണ്ട്, കൊള്ളാം. ഇത് നമ്മൾ മേക്കൂരെ പണിഞ്ഞത് എന്താണെന്നൊക്കെ അറിയില്ലേ. നമുക്ക് ഇനി കിടന്നുറങ്ങണം. ചന്ദ്രിക. അപ്പം നമ്മൾ പുതുതായിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സുപ്രഭാതം ബിപ്പോസ് അതെ സുപ്രഭാതം നമ്മളിപ്പോൾ സെറ്റാക്കുന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ ഇത് നിർത്തും കേട്ടോ. കുറച്ചും കൂടി എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റോബ്ലോക്സിൻ്റെ ആളാവും. ചിലന്തി എനിക്കൊരു ഭീഷണിയാവാൻ സംശയം. നമ്മളിപ്പോൾ പുതിയതായിട്ട് തുടങ്ങി എന്നൊക്കെ പറയാൻ രണ്ട് ക്രീപ്പർ അവിടെ കിടന്ന് ചുറ്റുന്നുണ്ട്. ക്രീപ്പർ വല്ല ഇവിടെ നിന്ന് പൊട്ടിയാ ഞാൻ ചത്ത്. ക്രീപ്പറിൻ്റെ അടുത്ത് പോകണം. മുമ്പ് വില കൂടിയൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്ത് വെക്കട്ടെ. ഇതിൻ്റെ അകത്ത് എന്താണ് വില കൂടിയെന്നൊക്കെ നമുക്ക് ബുദ്ധിയുണ്ട്. നമുക്ക് ബാക്ക് ഡോർ വഴി പോവാം. ഓക്കെ. ഈ ബാക്ക് ഡോർ ഉണ്ടാക്കിയത് ഇപ്പം നന്നായിട്ടിരിക്കുന്നു എന്ന് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ പണം നമുക്ക് ഇറങ്ങാം. പക്ഷേ ആ ക്രീപ്പർ ഒന്ന് പോണേ. ഒളിഞ്ഞു നോക്കണം. നമ്മൾ ബെസ്റ്റാണ്. ഒളിഞ്ഞു നോക്കുക അല്ല. എനിക്ക് സംശയം ഇവിടെ ആഴം വന്നതെന്നുള്ളൊരു സംശയം. അയ്യോ, സമം എൻ്റെ ചുറ്റും സാൻഡ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അപ്പം സാൻഡ് ഉണ്ട് എന്തിന്? സമം വേണമെന്നല്ല, ഇതിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ സാൻഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പണി പൂർത്തി കഴിക്കാനാണ് വേറെ പ്ലാന്. അവിടെ ഡട്ട വല്ലതും വെക്കണം. ഇരിക്കട്ടെ. നമുക്ക് മുമ്പോ ഞാൻ കണ്ടില്ല അങ്ങനെ ഒരാൾ നിന്നത്. എൻ്റെ നെഞ്ചങ്ങ് ഇണിഞ്ഞു പോയില്ലേ. എന്തായാലും എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി. താങ്ക് യു ലോട്ടെ. ക്രീപ്പർ പൊട്ടി ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ ഓരോ യൂസൊക്കെ ഉണ്ടാവും. നമുക്കിനിത് കുറച്ച് നമ്മുടെ വീടല്ലേ പോയത്. ബാക്കി കുറച്ചും കൂടി കഴിഞ്ഞ് പൊട്ടാത്തത്. എന്നാൽ എനിക്കിപ്പോൾ ഒന്നും കിട്ടിയില്ലായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. തൽക്കാലത്തേക്ക് ഇങ്ങനെ ഓരോ ഡട്ടങ്ങ് വെച്ച് കവർ ചെയ്ത് വയ്ക്കാം. എന്താ വരാത്തെ? ഭാഗ്യം ഞാൻ കുറച്ചും കൂടി മാറി നിന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചത്തേനെ. അപ്പാടെ നമ്മുടെ കയ്യിൽ കുറച്ച് ഡട്ടേ ഉള്ളൂ. ആ ഡട്ടും കൂടി എന്നാൽ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ലൊക്കാലിറ്റി നമുക്ക് ഭയങ്കര ഇതാണ്. നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പോയത്. ഉണ്ടോ ഒരു ഭാഗം അങ്ങ് പോയി. ഇപ്പം അമ്മമാർക്കൊക്കെ സമാധാനമായി കാണും. അപ്പോഴേ അറിയാം വല്ല ബഹുമാനം ഉണ്ടാകുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് മൂടിയാൽ മതി. എനിക്ക് വേറെ ഒന്നും കിട്ടാനില്ല. ഒന്ന് മൂടണം.
അത്രയേ ഉള്ളൂ. എൻ്റെ മൈൻഡ് വാസ് എന്താ സൂര്യ ഇത്ര എത്തിയ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഡേ ആയിരിക്കാം നമുക്ക് പണി നടക്കാം. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് എന്നെ പേടിച്ചെടുക്കണം. കൊള്ളാലോ ചെക്കി. പശു ഇതെന്തത് മലയാ? നമ്മുടെ വീട് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എനിക്കറിയാമ എന്നെ പണ്ട് സാധനം എനിക്കറിയാമല്ല. കുഴപ്പമില്ല, കുറച്ച് ഫ്ലാറ്റ് സ്പേസ് കിട്ടി, ബാക്കി ഉണ്ടാക്കാം. ചൂടൊക്കെ സൈഡ് മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പണിഞ്ഞിരിക്കുന്നത്. ഉൾവശം നമ്മൾ ഇങ്ങനെ തന്നെയാണ്. ഡേച്ചൊക്കെ ഒന്ന് ഇറങ്ങുമോ? ഇവനെ ഇറക്കാന്ന് പറഞ്ഞാൽ അത്ര ചില്ലി പരിപാടി ഒന്നല്ല കേട്ടോ. അത്ര ഇതൊക്കെ ആരും വേറൊന്നുമില്ല. പശുവും ഗാഡിയൊക്കെ പോയി. വരുന്നിടത്തത് പൊന്നാകുളവേ, എന്നെ ഒന്നെന്തെങ്കിലും ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കൂ. അല്ലെങ്കിൽ ഇച്ചിരി ഉപകാരം ഉണ്ടാക്കട്ടെ. തക്കാളത്തേക്ക് ഇത്രയും മതിയാവും. ഇത്ര വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ പണിക്കുന്നത് ഇതുണ്ടായിരുന്നു. തക്കാളത്തേക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ പണിയേണ്ടി വരുള്ളൂ. എനിക്കൊരു ഡൗട്ട്, നമുക്ക് സൈഡിൽ വെച്ചാൽ പോരെ? ഇങ്ങനത്തെ ഒരു ഡൗട്ട് മതി. വാ നോ പറഞ്ഞിട്ട് കാര്യമില്ല. സൈഡിൽ പഠിക്കാം. ജസ്റ്റ് അലങ്കാര പരിപാടി. നമുക്കിത് മൊത്തം കഴിഞ്ഞിട്ട് കാണാം. ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ ജസ്റ്റ് സൈഡ് മാത്രം ഒന്ന് ഇങ്ങനെ വെക്കുകയാണ്. സൈഡിൽ നിൽക്കാൻ വേണ്ടി കേട്ടോ. പുറത്ത് കാണാൻ ബോറിങ് ആയിരിക്കും. മാത്രം മതി. ഇങ്ങനെ ഇങ്ങനെ പുതിയ ഡിസൈനാണെന്ന് കരുതാം. രാത്രി ആവാറായി. അല്ല, ഏതോ രണ്ട് കള്ളന്മാർ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇതുവരെ ഇവർ പുറത്ത് പോയിട്ട്
അങ്ങോട്ട് പോ, വല്ല വീട്ടിലേക്കും പോ, വല്ല പണി നോക്ക്. ഓക്കെ, ദിസ് ഈസ് അവർ എൻട്രൻസ്. നമ്മുടെ വീട് നമ്മൾ കുറച്ചും കൂടി പുതുക്കി പണിയുന്നതായിരിക്കും. ദിസ് ടൈം ഫോർ സ്ലീപ്പ്. സുപ്രഭാതം, സുപ്രഭാതം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സൂര്യൻ അമ്മാവൻ എവിടെ? ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്നാണ്. ക്രീപ്പർ ഉണ്ടെങ്കിൽ ക്രീപ്പറിനെ മാക്സിമം ഞാനൊരു ബുദ്ധി പറയട്ടെ. നിങ്ങൾ റീസ്പോൺ പോയിന്റ് നിങ്ങൾ വീണ്ടും അടുത്തൊന്ന് സെറ്റാക്കിയെങ്കിൽ നിങ്ങൾ ക്രീപ്പറെ കണ്ടു കഴിഞ്ഞാൽ ക്രീപ്പറിനെ ഒരിക്കലും നിങ്ങളുടെ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരല്ലേ കേട്ടോ. നിങ്ങൾ എവിടെ ദൂരം അടിക്കണം. ഹൈ, എന്താ തുപ്പറയാ? അല്ല, പിന്നെ എൻ്റെ അത് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. സാധനം കിട്ടി, മറ്റേ സാധനം കിട്ടി. എന്നെ ഹാർട്ട്ലെസ് ആക്കറിയാ. ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് മറ്റുള്ളവരെയൊക്കെ മറ്റേ കടിക്കുകയൊക്കെ ചെയ്യും. ആരോ വരുന്ന ശബ്ദം കേൾക്കുന്നു. അവനിപ്പോൾ എന്താ വേണ്ടത്? നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ വേണമെങ്കിൽ ഫിഷിനെ നീ കൊണ്ടുപോകും. സോറി ബ്രോ, നമ്മുടെ ഇപ്പോൾ അല്ലാത്ത സ്ഥിതിക്ക് നീ എവിടെയും പോയി ചാവടാ. ആണല്ലോ പിന്നെ എന്നോടൊക്കെ. ഇതാണ് നമ്മുടെ ഇനി നമ്മൾ ഇത് സെറ്റാക്കുക അല്ലേ. അപ്പോൾ ഹലോ, പൊട്ടറ്റോ കൃഷിയാണ്. മേ ബി നമുക്ക് ആവശ്യം വരും. നമ്മൾ ചൂലറാണോ സിൽവറൊക്കെ വേണ്ടി വരും. ഓക്കെ, നമ്മൾ കുറച്ച് മരവും നമുക്ക് അയം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് തോന്നലുണ്ടോ? ഉണ്ടല്ലോ. നമുക്ക് വലിയൊരു കേവ് എക്സ്പ്ലോർ ചെയ്യണം എന്നെനിക്ക് കുറേ നാളത്തെ ആഗ്രഹമാണ്. കേവ് എക്സ്പ്ലോർ ചെയ്യണം. പക്ഷേ നമ്മൾ നമ്മുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഉള്ളൊരു കുട്ടി കേവിനകത്താണ് ഇത്തവണ നമ്മൾ പോകാൻ തീരുമാനിച്ചത്. ഈ കോഴി നമുക്ക് മുട്ട തരുമോ? ഈ കോഴി മുട്ട തരുമോ? മുട്ട തന്നില്ല എനിക്ക്. പക്ഷേ കോഴിത്തൂവൽ ഇതും കിട്ടി. നല്ല മഴക്കോളുണ്ട്. സൂര്യൻ ഇങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആരുമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ കയറുക കേട്ടോ. ഒരു ടോർച്ച് മാത്രം മതി. ഇച്ചിരി പോണ ടോർച്ചല്ലേ, അതിന് ഇത്ര വലിയ കാര്യമുണ്ടോ? കുറച്ച് അയണും കോളും കുറച്ച് കാര്യങ്ങൾ മാത്രം കിട്ടി. നമ്മുടെ വീടാണ്, നമ്മുടെ വീട് ചിങ്ങച്ചിക്ക. നമ്മുടെ വീട് കണ്ടു. വി വാണ്ട് എ ലോട്ട് ഓഫ് ഫുഡ് വേണം. അടുത്തുള്ള ഫാമിൽ നിന്ന് കുറച്ചൊക്കെ എടുക്കണം. ഫുഡ് പോയാലും പ്രശ്നം അതാ. കുറച്ച് ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ തക്കാത്തേക്ക് അതിരെ പോകുന്നില്ലല്ലോ. ഫുഡ് വേണം. ഇതിവിടെ തന്നെ ഇരിക്കുക. ഫുഡ് മേ ബി ആവശ്യം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങോട്ട് വയ്ക്കാം. അമ്മ ഇങ്ങോട്ട് വയ്ക്കും. നമ്മൾ പോലും വിടല്ലേ. നമ്മുടെ ആക്സും ബാക്കി കാര്യങ്ങൾ മാത്രം മതി.
ആവശ്യമാണ്? ഇത് വേണമെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ ആപ്പ് അത്ര ആവശ്യമില്ല. ക്യാരറ്റ് ഇവിടെ കളഞ്ഞു. ഓക്കെ, വി ഈറ്റ് ക്യാരറ്റ്. നമ്മൾ മൊത്തവും ക്യാരറ്റ് കഴിച്ച് തീർത്തിട്ടൊക്കെ ഉള്ളു. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ നോക്കുന്നുണ്ട്. ഷീൽഡ് എന്നുള്ള സാധനമൊക്കെ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ഒരു നൈറ്റും കൂടി സ്പെൻഡ് ചെയ്തിട്ട് പോവാം. അതല്ല അതിൻ്റെ ശരി. ആൻഡ് നമുക്കിപ്പോൾ ഉള്ളൊരു എക്സ് ഉണ്ട്. അത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ നമുക്ക് മരത്തിൻ്റെ തന്നെ വേണമല്ലേ? മരത്തിൻ്റെ കൊള്ളാളോടെ നമുക്ക് ആരെങ്കിലും വീട് അടിച്ച് പറ്റിയത്. ഐ മീൻ വീടിൻ്റെ അകത്തുള്ള വുഡോ കാര്യങ്ങളോ. ബിക്കോസ് ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് വുഡും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തതാണ്. കുറേ പോണം വുഡിന്. അങ്കുളവേ അത് പോവോ? അവിടെ നീ ഇങ്ങനെ നിന്നോ കേട്ടാ, നീ ഇങ്ങനെ നിന്നോ. ഒരു ഉപകാരമില്ലാത്തവൻ. ദേഷ്യം വേണ്ട. നമ്മൾ ഒരാളെ പറഞ്ഞില്ല എന്നെനിക്ക് തോന്നുന്നു. പറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ വീണ്ടും പറയാം. അല്ലെങ്കിൽ വീണ്ടും പറയാല്ല, എന്തെങ്കിലും അവിടെ ഞാൻ പറയാണ്. നമ്മൾ ഇന്നലെ ഒരാൾ FT ക്രാഫ്റ്റ് അങ്ങനെ എന്താണ് ആളുടെ പേര്. അതെ ആളുടെ എന്തായിരുന്നു ആളുടെ യൂട്യൂബ് ചാനൽ ഞാൻ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോസൊക്കെ കണ്ടു. ബ്രോ അടിപൊളിയാണ് ബ്രോ, എന്നെ സപ്പോർട്ട് ചെയ്യണം ബ്രോ. ബിക്കോസ് അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടണം, അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടണം. അതൊക്കെയാണ് ഞങ്ങളുടെ. വുഡിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റ തൊടല് ഒക്കെ കിട്ടും. അല്ല അങ്ങനെ ഉണ്ടാക്സൊക്കെ ആണെങ്കിൽ ഇച്ചിരി നേരം എടുക്കും. എനിക്കറിയാൻ പാടില്ല കേട്ടോ. പക്ഷെ അല്ലാതെ നെതറിൽ പോകുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാറില്ല. അവർക്ക് പ്രാന്തല്ലേ. നെതറിൻ്റെ അടുത്ത് നിന്നൊരു പോട്ടിൻ്റെ അടുത്ത് നിന്നത് നമുക്കിങ്ങനെ കിട്ടിയത്. ആൻഡ് അതിൻ്റെ ഓണർ ആരായാലും താങ്ക് യു. നിങ്ങൾ നെതറിൽ വല്ലതും അവിടെ ഇരുന്ന സജസ്റ്റിന് വല്ലതും എന്തെങ്കിലും കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് വിവരം അറിയിക്കൂ. ഞാൻ കൊണ്ടുതരുന്നതായിരിക്കും. കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. വേണമെങ്കിൽ നിങ്ങളുടെ വേൾഡിൻ്റെ പേരും കൂടി അയച്ചേക്ക്. ഞാൻ അതിൻ്റെ അകത്ത് വന്ന് നിങ്ങൾക്ക് തരാം. ഇതിനൊക്കെ കുറിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ കിട്ടും. എനിക്ക് വേറെ ബന്ധുണ്ടാക്കുന്നു പുതി. പക്ഷെ ഇവിടെ വേണമെന്നില്ല, കാരണം എൻ്റെ വേറെ കുറേ ഉണ്ട്. നോക്കണം നമ്മുടെ വില്ലേജ് ഒറ്റ ഒരെണ്ണായിട്ട് കേട്ടോ പിടിക്കുന്നില്ല. മാത്രം കുറച്ച് വിൽക്കണം. അന്നങ്ങനെ കിട്ടിയത് എന്തായാലും കിട്ടിയത് കൊണ്ട് നമുക്ക് പോയത് ചത്ത് ഹട്ട് പോയി. ഹട്ട് ബീറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സംഭവം കേട്ടോ. നമുക്ക് കഴിക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് വിശക്കുമ്പോൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. എല്ലാ സമയത്ത് കഴിക്കാൻ പറ്റില്ല. അതെനിക്ക് ചെറുതാ ഇഷ്ടപ്പെട്ടു. അപ്പം അവിടെ നീ പോകടാ പിണക്കുവാടാ.
ഒറ്റ കൊല്ലുണ്ട് കേട്ടോ. അയങ്കുളം വരണടാ ഓടറാ നിന്റെ വീട്ടിലേക്ക്. അയങ്കുളം വരുന്ന അയങ്കുളമൊക്കെ ഡോറ് വരും. അല്ല എനിക്കൊരു സംശയം, അയങ്കുളം വല്ല ഡോറ് വന്ന ഞാൻ തീർന്നു. നമ്മൾ വന്ന പരിപാടി നമുക്ക് തുടങ്ങാം. ഫുഡ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പണിയാൻ പറ്റുമോ? പ്ലാൻസ് 28 ഉള്ള പിന്നെ ഒക്കെ പണി വയ്ക്കാം. ഒക്കെ നമുക്ക് പണി ചെയ്യും നമ്മൾ. ഓക്കെ ഇതെനിക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ ആവശ്യമുണ്ട്. തക്കാത്തേക്ക് എനിക്കിപ്പോൾ ആവശ്യമില്ല. ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യം. ചൂണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമ്മളെങ്ങനെ ചൂണ്ട ഉണ്ടാക്കണമെങ്കിൽ ക്യാരറ്റ് കൊത്തണം. ബട്ട് ചൂണ്ട ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരു അയണിൻ്റെ കുളമോ അയണ് വേണോ? എടാ ജസ്റ്റ് ഒരു അയൺ എടുക്കടാ. അയണ സിൽവർ എന്തോ സാധനം. ഇതിനകത്ത് എന്താ നമ്മൾ കണ്ടത്? എവിടെ എനിക്ക് വേറെന്തോ സാധനം. എനിക്കിതിൻ്റെ അകത്ത് പോയിട്ട് നോക്കട്ടെ. ഒരു ഷവർ ഇത് വേണമെങ്കിൽ ഫിഷിംഗ് റോഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. തക്കാലത്തേക്ക് നമുക്ക് ഉറങ്ങാം. ആൻഡ് തക്കാലത്തേക്ക് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ സീ യു. മറക്കല്ലേട്ടോ. അപ്പോൾ ബൈ.